കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ചെരുപ്പെന്ന് പോലീസ്. സംഭവത്തിൽ 2 ബീഹാർ സ്വദേശികളാണ് കസബ പോലീസിന്റെ പിടിയിലായത്. അക്രമികളിൽ നിന്ന് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി കുതറി ഓടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ബീഹാർ സ്വദേശികളായ ഫൈസാൻ അൻവർ, ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. കസബ CI കിരൺ സി നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വീണ്ടും സീൻ ഒന്നുകൂടെ പരിശോധിക്കാൻ നമ്മുടെ സ്ക്വാഡും ഞാനും എല്ലാം വീണ്ടും സീൻ പരിശോധിച്ചാൽ അവിടുന്ന് ഈ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് നമുക്ക് കിട്ടി. അതൊരു വഴിത്തിരിവ് തന്നെയാണ്. ആ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് പരിശോധിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിപ്പിച്ചു. പക്ഷേ നമുക്ക് റിസൾട്ട് ഉണ്ടായില്ല. എന്നാൽ നമ്മൾ അല്ലാതെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സിമെൻറ്റിൻ്റെ അംശം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്, കെട്ടിട പണിക്കൊക്കെ ഉള്ള ആരെങ്കിലും തൊഴിലാളികളായിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോക്കൽസിനെയും അന്യസംസ്ഥാന തൊഴിലാളികളെ എല്ലാം ചോദ്യം ചെയ്തപ്പോൾ സംഭവ സ്ഥലത്തിന് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റെയ്ഡ് നടത്തുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവരെ ഇത് കൺഫസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും പോലീസ് പറഞ്ഞു. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.